ഇദ്ദേഹം വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നയാളാണ്. തുടരും കണ്ട ബോളിവുഡ് സംവിധായകന്റെ കുറിപ്പ് വൈറൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മലയാളത്തിന്റെ ചരിത്രമായി മാറിയ ചിത്രമാണ് തുടരും. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി സ്വന്തമാക്കുന്ന ആദ്യ ചിത്രമായി തുടരും മാറി. മോഹൻലാലിന്റെ താരത്തെയും നടനെയും ഒരുപോലെ ഉപയോഗിച്ച ചിത്രം കൂടിയാണ് തുടരും. കഴിഞ്ഞ ദിവസം OTT-യിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു. OTT റിലീസിന് പിന്നാലെ ചിത്രത്തെ പ്രശംസിച്ച് പലരും രംഗത്തെത്തിയിരിക്കുകയാണ്. ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ഗുപ്ത എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. തുടരും സിനിമ പകുതിയോളം കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. ഗംഭീര സിനിമയാണ് ഇതെന്നും ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന സിനിമയാണ് തുടരും എന്നും അദ്ദേഹം പറയുന്നു. മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്നയാളാണ് മോഹൻലാൽ എന്നും എല്ലാവരും ഉറപ്പായും സിനിമ കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് ഗുപ്ത തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സഞ്ജയുടെ കുറിപ്പ് ഇതിനോടകം പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഹൃതിക് റോഷൻ നായകനായ കപിൽ, അമിതാഭ് ബച്ചൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കാന്റ, സഞ്ജയ് ദത്ത് നായകനായ ഖൗഫ് എന്നീ ചിത്രങ്ങളിൽ ഒരുക്കിയ സംവിധായകനാണ് സഞ്ജയ് ഗുപ്ത. മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവ് ഇന്ത്യയൊട്ടാകെ സംസാര വിഷയമാക്കുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ മോളിവുഡ് സാക്ഷ്യം വഹിക്കുന്നത്. ചിത്രത്തിന്റെ റീമേക്കിനെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ദൃശ്യം സീരീസ് ബോളിവുഡിൽ റീമേക്ക് ചെയ്ത അജയ് ദേവ്ഗണിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ച. ചിത്രത്തിൽ മോഹൻലാൽ നടത്തിയ പ്രകടനം ആവർത്തിക്കാൻ അജയ് ദേവ്ഗണിന് സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പങ്കുവച്ച കുറിപ്പ് വൈറലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ നായികയായി ശോഭന തിരിച്ചെത്തിയ സിനിമ കൂടിയായിരുന്നു തുടരും. തോമസ് മാത്യു, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, ഇർഷാദ്, മണിയൻപിള്ള രാജു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. 1200 പേരുമായി ആദ്യ ഷോ. ഛോട്ടാ മുംബൈ എല്ലാ റെക്കോർഡുകളും തകർക്കും. കവിത തിയേറ്റർ ഉടമ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഭയങ്കര ഓളമുള്ള സിനിമയാണല്ലോ, അതുകൊണ്ട് സീറ്റിലിരിക്കാതെ ഫാൻസ് ആഘോഷിക്കുകയാണ്. മോഹൻലാൽ, അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആദ്യ ഷോയ്ക്ക് കേരളമെമ്പാടും അതിഗംഭീര പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഷോ 1200 പേരുമായി ഹൗസ്ഫുള്ളായാണ് പ്രദർശിപ്പിച്ചത് എന്ന് പറയുകയാണ് കൊച്ചി കവിത തിയേറ്റർ ഉടമ സാജു ജോണി. 12 വർഷത്തിന് ശേഷം സിനിമ വീണ്ടും എത്തിയപ്പോൾ പുതുതലമുറ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഛോട്ടാ മുംബൈക്ക് രാത്രി 12 മണിക്ക് ഒരു എക്സ്ട്രാ ഷോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു സാജു ജോണി. രാവിലെ 10 മണിക്ക് 1200 പേരുമായുള്ള ഹൗസ്ഫുൾ ഷോയാണ് കളിച്ചത്. 18 വർഷത്തിന് ശേഷമാണ് പടം വീണ്ടും വരുന്നത്. ഈ 18-20 വയസ്സുള്ള പിള്ളേരൊന്നും പടം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരെല്ലാം ഈ പ്രാവശ്യം വന്നിരിക്കുകയാണ്. നാളെയും ഷോകൾ ഫുള്ളായി കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഓളമുള്ള സിനിമയാണല്ലോ, അതുകൊണ്ട് സീറ്റിലിരിക്കാതെ ഫാൻസ് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ രാത്രി 12 മണിക്ക് ഒരു എക്സ്ട്രാ ഷോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദേവദൂതനും സ്ഫടികവും ഒക്കെ ഇട്ടിരിക്കുന്ന റെക്കോർഡ് ഛോട്ടാ മുംബൈ തകർക്കുമെന്നാണ് തോന്നുന്നത് എന്ന് സാജു ജോണി പറഞ്ഞു. അതേസമയം വമ്പൻ ആഘോഷങ്ങളോടുകൂടിയാണ് ആരാധകർ തലയുടെയും കൂട്ടരെയും വരവേൽക്കുന്നത്. തിയേറ്ററിൽ നിന്നുള്ള ആവേശങ്ങളുടെ വീഡിയോ പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ചിത്രത്തിലെ മോഹൻലാലിന്റെ ഇൻട്രോ സീനിലെ ആരാധകരുടെ ആരവങ്ങളുടെ വീഡിയോകളും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ചിത്രത്തിന് കേരളത്തിൽ ഉടനീളം മികച്ച ബുക്കിംഗാണ് ലഭിക്കുന്നത്. നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21-നായിരുന്നു ഛോട്ടാ മുംബൈയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ഛോട്ടാ മുംബൈയുടെ റിലീസ് നീട്ടിയത്. ഛോട്ടാ മുംബൈയിലെ സീനുകൾ, തമാശകൾക്കും പാട്ടുകൾക്കും എല്ലാം ഇന്നും ആരാധകരേറെയാണ്. കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിനെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു. രാഹുൽ രാജ് ആയിരുന്നു സംഗീത സംവിധാനം. പ്രതിഫലം 150 കോടി രൂപയല്ല. ദ രാജ സാബിനായി നിർണായക തീരുമാനമെടുത്ത് പ്രഭാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദ രാജ സാബിനായി താരം വാങ്ങിക്കുന്ന പ്രതിഫലം പുറത്ത്. പ്രഭാസ് നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ദ രാജ സാബ്. പ്രഭാസ് സാധാരണ 150 കോടിയോളം സിനിമയ്ക്കായി പ്രതിഫലം സ്വീകരിക്കാറുണ്ട്. എന്നാൽ രാജ സാബ് സിനിമയ്ക്കായി താരം പ്രതിഫലം കുറച്ചുവെന്നാണ് റിപ്പോർട്ട്. ദ രാജ സാബിനായി 100 കോടി രൂപയാണ് പ്രഭാസ് പ്രതിഫലമായി സ്വീകരിക്കുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഗീതം നിർവഹിക്കുന്നത് തമൻ ആണ്. ദ രാജ സാബ് എന്ന ചിത്രത്തിലെ പാട്ടുകൾക്ക് ജാപ്പനീസ് പതിപ്പ് ഒരുക്കുമെന്ന് നിർമ്മാതാക്കൾ ചോദിച്ചതായി തമൻ വെളിപ്പെടുത്തിയിരുന്നു. ജപ്പാനിൽ ഓഡിയോ ലോഞ്ച് സംഘടിപ്പിക്കാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ആലോചിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നത് എന്നും തമൻ സൂചിപ്പിക്കുന്നു. എന്തായാലും തമന്റെ വാക്കുകൾ ചർച്ചയായിരിക്കുകയാണ്. രാജ സാബിന്റെ സംവിധാനം മാരുതിയാണ്
നായിക മാളവിക മോഹനും ആണ്. പഴയ ഒരു ഹിറ്റ് ഹിന്ദി ചിത്രത്തിലെ ഗാനം രാജാ സാബിൽ ഉപയോഗിക്കും എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. അമിതാഭ് ബച്ചന് ഡോൺ എന്ന ചിത്രത്തിലെ ഗാനം റീമിക്സ് ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. തെലുങ്കിലെ പ്രേക്ഷകർക്ക് അനുയോജ്യമായി ബച്ചൻ ചിത്രത്തിലെ ഗാനം ഉപയോഗിക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത് വ്യാജമാണ് എന്ന് തെളിഞ്ഞതായി പിന്നീട് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളുണ്ടായി. ഗാനത്തിന്റെ റീമിക്സ് റൈറ്റ്സ് ഇല്ലെന്ന് പ്രഭാസ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എത്ര പണം തന്നാലും ആ നടനൊപ്പം അഭിനയിക്കില്ല. 100 കോടി നിരസിച്ച് നയൻതാര. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ നയൻതാര. 20 വർഷത്തിലേറെയായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നയൻതാര തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ബോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാനോടൊപ്പം അഭിനയിച്ച അടുത്തിടെ പുറത്തിറങ്ങിയ ജവാൻ എന്ന ചിത്രം വൻ വിജയമായിരുന്നു. ചിത്രം 1000 കോടിയിലധികം രൂപ നേടി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര. ഒരു സിനിമയ്ക്ക് ഏകദേശം 10 മുതൽ 12 കോടി രൂപ വരെയാണ് താരത്തിന്റെ പ്രതിഫലം. എന്നാൽ 100 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടും നയൻതാര ഒരു സിനിമാ ഓഫർ നിരസിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചിത്രത്തിലെ നായകനൊപ്പം അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വലിയ ഓഫർ നിരസിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. നയൻതാര നിരസിച്ച നടൻ ശരവണ സ്റ്റോഴ്സിന്റെ ഉടമയായ ശരവണൻ ആയിരുന്നു. 2022 ബോളിവുഡ് നടി ഉർവശി റട്ടോള അഭിനയിച്ച ബിഗ് ബജറ്റ് ചിത്രമായ ദി ലെജൻഡ് എന്ന സിനിമയിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിരുന്നു. ജനപ്രിയ താരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമ തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോൾ ശരവണൻ മറ്റൊരു സിനിമ പ്ലാൻ ചെയ്യുകയാണ്. ചിത്രത്തിലെ നായികയായി അഭിനയിക്കാൻ നയൻതാരയെ സമീപിച്ചതായും 100 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ നയൻതാര അത് നിരസിച്ചതായാണ് വിവരം. എത്ര പണം തന്നാലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കില്ലെന്ന് അവർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആ പ്രൊജക്ട് തനിക്ക് അനുയോജ്യമാണെന്ന് തോന്നാത്തതിനാലാണ് ഓഫർ നിരസിച്ചതെന്നും അവർ പറയുന്നു. ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം മാത്രം 2100 കോടി. പടത്തിന്റെ ബജറ്റ് 8500 കോടി. മാർവൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണല്ലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ലോകമെമ്പാടും ആരാധകരുള്ള കോമിക് ഫ്രാഞ്ചൈസിയാണ് മാർവൽ. കോമിക്കുകളിലൂടെയും സിനിമകളിലൂടെയും വലിയ ഫാൻ ബേസ് സൃഷ്ടിക്കാൻ മാർവലിന് സാധിച്ചു. എല്ലാ സൂപ്പർ ഹീറോകളെയും ഒരുമിച്ചുകൊണ്ടുള്ള സിനിമാറ്റിക് യൂണിവേഴ്സും മാർവൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പിന്നോട്ട് പോയെങ്കിലും വീണ്ടും പഴയ ട്രാക്കിൽ എത്താൻ മാർവലിന് സാധിച്ചു. മാർവലിൻ്റെതായി ഇനി പുറത്തിറങ്ങാനുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ച. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായാണ് ഡൂംസ്ഡേ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 850 മില്യൺ മുതൽ 1 ബില്യൺ വരെയാണ് ചിത്രത്തിന്റെ ബജറ്റെന്നാണ് കേൾക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ ഇത് 8500 കോടിയോളമാണ്. ഇതിൽ 250 മില്യൺ 2100 കോടി ഇന്ത്യൻ രൂപ താരങ്ങളുടെ പ്രതിഫലത്തിനായി മാത്രം വേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. മാർവലിലെ പല വമ്പൻ താരങ്ങളും 6 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണിത്. പ്രീ പ്രൊഡക്ഷന് വേണ്ടി മാത്രം $8 മില്യൺ ആണ് ചെലവഴിച്ചിരിക്കുന്നത്. മാർവലിന്റെ മുൻ ചിത്രമായ ആന്റ്-മാൻ ദ വാസ്പ് ക്വാണ്ടംമാനിയുടെ പ്രീ പ്രൊഡക്ഷൻ ബജറ്റിനേക്കാൾ 3 ഇരട്ടിയാണിത്. ഡൂംസ്ഡേയുടെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ വർഷത്തെ സാൻ ഡിയാഗോ കോമിക് കോണിൽ വെച്ചായിരുന്നു നടന്നത്. എൻഡ് ഗെയിമും ഇൻഫിനിറ്റി വാറും അണിയിച്ചൊരുക്കിയ റൂസോ ബ്രദേഴ്സാണ് ഡൂംസ്ഡേയുടെ അമരക്കാർ. മാർവലിന്റെ മുഖമെന്ന് അറിയപ്പെടുന്ന റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ഡൂംസ്ഡേയുടെ പ്രധാന ആകർഷണം. ഡോക്ടർ വിക്ടർ ഡൂമിനെ അവതരിപ്പിക്കുന്നത് RDJ എന്നാണ് വാർത്ത സിനിമാ പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. കോമിക്കിലെ ഏറ്റവും കരുത്തനായ വില്ലനായി RDJ വേഷമിടുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. ഒപ്പം മാർവലിന്റെ പുതിയ സൂപ്പർ ഹീറോകളും ചിത്രത്തിന്റെ ഭാഗമാണ്. ക്രിസ് ഹെംസ്വർത്ത് തോർ, ടോം ഹിഡൽസൺ ലോക്കി, പോൾ റൂസ് ആന്റ്-മാൻ, പെഡ്രോ പാസ്കൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക്, സിമു ലിu ഷാങ്-ചി തുടങ്ങിയ സൂപ്പർ ഹീറോകളെല്ലാം ഒരൊറ്റ സിനിമയിൽ അണിനിരക്കുമ്പോൾ സിനിമാ ലോകത്തെ പല റെക്കോർഡുകളും ഡൂംസ്ഡേയുടെ മുന്നിൽ തകരുമെന്ന് വലിയ രീതിയിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.